ഹലോ നമസ്കാരം. നമുക്കിന്ന് കഴിച്ചാലും മതി വരാത്ത ഒരു മക്രോണി പാസ്തയായാലോ? അപ്പം നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താൽ നമുക്ക് ഈ മക്രോണി അതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 1.5 കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിച്ച് എടുക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1.5 സവോള ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളി, കുറച്ച് ക്യാരറ്റ്, കുറച്ച് പയർ, പിന്നെ ഒരു 2 പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞത്, ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇതിലേക്ക് ഇടാൻ പറ്റിയതുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് അധികം ചേർക്കാം. പിന്നെ പെരിഞ്ജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കതിൻ്റെ ചുവ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചേർത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ അടപ്പ് തുറന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കട്ടയാവുന്നതിനാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് ഊറ്റുന്നത്. നല്ലോണം വെള്ളം ഒഴിച്ചാൽ നല്ലതാണ്, ആ പറ്റൽ കുറഞ്ഞു കിട്ടും. അപ്പോൾ മക്രോണി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ മക്രോണിയും ഈ ഗ്രേവിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി കുറച്ച് മതിയായതുകൊണ്ടാണ് ഇവിടെ കുറച്ച് തക്കാളി സവോള എടുത്തത്. നല്ലോണം വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒരു മാഗി ക്യൂബ്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ് എന്നിവ കൂടെ ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു 3 ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കി ഒന്ന് നന്നായി ഈ ചീസും മക്രോണിയും എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള മക്രോണി പാസ്തയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടും അല്ലെങ്കിൽ ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം വീഡിയോകളുമായി ഞാൻ ഇനി വരാം. അപ്പോഴേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.